സൂറത്ത് ഖുറൈശിൻ്റെ പാരായണം നമുക്ക് പരിശീലിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ലിഈലാഫി ഖുറൈശ്. ഈ വചനത്തിൽ ഖാഫിനും റായിനും തഫ്ഖീം നൽകണം. പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഖുറൈശ്. വഖഫ് ചെയ്യുമ്പോൾ ദീർഘിപ്പിച്ചുകൊണ്ട് ഖുറൈശ് എന്ന് നീട്ടിക്കൊണ്ട് നിർത്താവുന്നതാണ്. ഈ ദീർഘത്തിന് മദ് ആരിദ് എന്ന് പറയുന്നു. മദ്ദുല്ലീൻ ആണെങ്കിലും അൽ മദ്ദുൽ ആരിദ് ലിസുക്കൂൻ എന്ന ദീർഘത്തിൻ്റെ വിധി നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുകയാണ്. അഥവാ ദീർഘാക്ഷരത്തിന് പകരമായി ഇവിടെ ലോലാക്ഷരമായ യാഇനെയാണ് ദീർഘിപ്പിക്കുന്നത്. ഖുറൈശ്. ഹർഫുല്ലീൻ എന്നാൽ ലോലാക്ഷരം. യാഇന് സുക്കൂനും മുമ്പിൽ ഫത്ഹും വന്നതാകുന്നു. ഇത് ഹർഫുല്ലീനാണെന്ന് പറയാൻ കാരണം. അടുത്ത വചനങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഈലാഫിഹിം റിഹ്ലതശ്ശിതാ. ഈലാഫിഹിം എന്ന പദത്തിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. അശ്ശിതാഇ. ഇതിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഹർഫുൽ മദ്ദായ ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും ഒറ്റപ്പദത്തിലായി വന്നിരിക്കുന്നു. അതാണ് മുത്തസിൽ എന്ന് പേര് പറയാൻ കാരണം. വസ്സൈഫ് എന്ന് ദീർഘിപ്പിച്ചുകൊണ്ട് നിർത്താൽ അനുവദനീയമാണ്. ഫൽയഅ്ബുദു റബ്ബ. ഈ വചനത്തിലെ ഐന് അതുപോലെ റാ ഇതൊക്കെ സൂക്ഷിച്ച് ഉച്ചരിച്ച് നന്നാക്കി പാരായണം ചെയ്യണം. റബ്ബ എന്ന പദത്തിൽ റാഇന് തഫ്ഖീം വരുന്നതാണ്. റബ്ബ ഹാദൽ ബൈത്ത്. തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾക്ക് മാത്രം തഫ്ഖീമും അല്ലാത്തവയ്ക്ക് തഫ്ഖീം വരാതെ സൂക്ഷിക്കേണ്ടതുമാണ്. അല്ലദീ അത്അമഹും. ഇതിൽ അല്ലദീ എന്ന ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. അല്ലദീ എന്ന ഹർഫുൽ മദ് ദീർഘാക്ഷരമായ യാഇന് ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലാണ് ഹംസ വന്നത്. അതുകൊണ്ടാണ് മുൻഫസിൽ വേർപിരിഞ്ഞത് എന്നർത്ഥം നൽകുന്ന നാമം അതിന് വന്നത്. ഇത് ദീർഘം നൽകൽ അനുവദനീയം മാത്രമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. അത്അമഹും എന്ന പദത്തിലെ ത്വാഇൻ്റെ സുക്കൂൻ ഖൽഖലഹ് നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ത്വാഇന് തഫ്ഖീം വരുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. തഫ്ഖീമോടുകൂടി പെരുപ്പിച്ച് ഉച്ചരിക്കേണ്ട ഹർഫാണ് ത്വാ. അത്അമഹും മിൻ. മീമിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കുന്നു. സാക്കിന മീം ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ അതിന് പേര് പറയും. മിൻ ജൂ. സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മിൻ ജൂഇൻ വ ആമനഹും. ജൂഇൻ എന്ന തൻവീനിനെ ശേഷമുള്ള വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി. വ ആമനഹും മിൻ. സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നും പേര് പറയപ്പെടും. മിൻ ഖൗഫ്. സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി നൽകി വെളിവാക്കണം, മണിക്കാതെ ഉച്ചരിക്കണം. ഖാഇന് തഫ്ഖീം വരുന്നതാണ്. പെരുപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ് ഖാ. ഖൗഫ്. പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ്.
إيلافهم رحلة الشتاء والصيف. فليعبدوا رب هذا البيت. الذي أطعمهم من جوع وآمنهم من خوف.